സ്നേഹം നടിച്ച് രാജാ രഘുവംശിയെ സോനം കൊണ്ടുപോയത് മരണത്തിലേക്കായിരുന്നു. കൃത്യമായ ആസൂത്രണവും തെറ്റാതെ നടത്തിയ നീക്കങ്ങളും നവവരന്റെ ജീവനെടുത്തു. രഘുവംശിക്കൊപ്പം മധുവിധു യാത്ര തുടർന്ന സോനം പക്ഷേ ഭർത്താവിനെ കൊലപ്പെടുത്തുകയെന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കൊലപാതകം ആസൂത്രണം ചെയ്ത സോനുവും കൂട്ടാളി രാജ് കുശ്വാഹുവും പിടിക്കപ്പെടുമെന്ന് ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. എല്ലാ കുറ്റകൃത്യങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്ന ദൈവത്തിന്റെ കരം ഇവിടെയും അന്വേഷണത്തിന് സഹായകരമായി. ടൂറിസ്റ്റ് ഗൈഡ് ആൽബർട്ട് പി ഡേ നൽകിയ സൂചനകളാണ് കേസിന് വഴിത്തിരിവായത്. രാജാ രഘുവംശിയുടെ കൊലപാതകി ഭാര്യ തന്നെയാണെന്ന് ഞെട്ടലോടെയാണ് കണ്ടെത്തിയത്. മെയ് 11-നായിരുന്നു രാജാ രഘുവംശിയുടെയും സോനത്തിന്റെയും വിവാഹം കഴിഞ്ഞ് 10-ാം നാളാണ് മധുവിധു ആഘോഷത്തിനായി മധ്യപ്രദേശിൽ നിന്ന് ദമ്പതികൾ മേഘാലയയിലേക്ക് എത്തിയത്. എന്നാൽ ഇരുവരെയും 2 ദിവസത്തിന് ശേഷം കാണാതായി. ഇരുവരുടെയും തിരോധാനം സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിൽ രാജയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം ജൂൺ 2-നാണ് കണ്ടെത്തുന്നത്. രാജന്റെ മോതിരവും മാലയും അടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. അതിനാൽ കവർച്ച ലക്ഷ്യമാക്കിയാണോ കൊലപാതകം നടന്നതെന്ന സംശയം ആദ്യമുണ്ടായിരുന്നു. ഭാര്യ സോനത്തിന്റെ വിവാഹേതര ബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ക്വട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് നടത്തിയ ആസൂത്രിത കൊലപാതകമായിരുന്നു അത്. വിവാഹത്തിന് മുൻപ് തന്നെ സോനത്തിന് രാജ് കുശ്വാഹയുമായി പ്രണയമുണ്ടായിരുന്നു. മെയ് 18-ന് രാജയെ കൊലപ്പെടുത്താനുള്ള പദ്ധതി സോനവും കാമുകനും ചേർന്നാണ് ആസൂത്രണം ചെയ്തത്. ഇതേ തുടർന്ന് ക്വട്ടേഷൻ സംഘത്തെ സോനം വാടകയ്ക്കെടുത്തു. മധുവിധു യാത്രയ്ക്കിടെ ദമ്പതികൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊലയാളികൾക്ക് സോനം നൽകിക്കൊണ്ടിരുന്നു. യാത്രകളെപ്പറ്റി തീരുമാനിച്ചതും സോനം തന്നെ. യാത്രയുടെ ഉദ്ദേശം പോലും രാജയെ ഇല്ലാതാക്കുക എന്നായിരുന്നു. ഗുവാഹത്തിയിലെ കാമാഖ്യ ക്ഷേത്രം സന്ദർശിക്കാനാണ് ദമ്പതികൾ ആദ്യം തീരുമാനിച്ചതെങ്കിലും പെട്ടെന്ന് യാത്രയിൽ മാറ്റം വരുത്തി മേഘാലയയിലേക്ക് ഇരുവരും യാത്ര തിരിച്ചു. 24-ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു രഘുവംശിയെ കൊലപ്പെടുത്തിയത്. ആ സമയം ദമ്പതികളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് ഇരുവരെക്കുറിച്ചുമുള്ള വിവരമൊന്നും കുടുംബത്തിനും ലഭിച്ചില്ല. വിനോദസഞ്ചാരികളായി വന്ന ദമ്പതികളെ കാണാതായത് പോലീസിനെ പോലും ബുദ്ധിമുട്ടിലാക്കി. ആൽബർട്ടോ പി ഡേ എന്ന ടൂറിസ്റ്റ് ഗൈഡ് സോനത്തിനും രഘുവംശിക്കുമൊപ്പം ഉണ്ടായിരുന്ന 3 പേരെക്കുറിച്ച് സൂചന നൽകിയതോടെ അന്വേഷണ സംഘത്തിനും കാര്യങ്ങൾ എളുപ്പമായി. കൊലപാതകം നടത്തി ഉടൻ തന്നെ പ്രതികളായ 3 പേർ തിരികെ ഗുവാഹത്തിയിലേക്ക് പോയിരുന്നു. രാജാ രഘുവംശിയുമായുള്ള വിവാഹത്തിന് വളരെ മുൻപ് തന്നെ സോനത്തിന് കുശ്വാഹയുമായി അടുപ്പമുണ്ടായിരുന്നു. ഇരുവരും അയൽവാസികളായിരുന്നു. രാജ് കുശ്വാഹയും സോനവും തമ്മിലുള്ള അടുപ്പം പക്ഷേ കുടുംബത്തിന് എതിർപ്പുണ്ടാക്കി. അങ്ങനെ രഘുവംശിയുമായുള്ള സോനത്തിന്റെ വിവാഹം നടത്തി. പിന്നീട് സോനയും കുശ്വാഹയും രാജാ രഘുവംശിയെ കൊലപ്പെടുത്താനുള്ള ആലോചനകൾ ആസൂത്രണം ചെയ്തു തുടങ്ങി. മേഘാലയയിലേക്കുള്ള ഹണിമൂൺ ട്രിപ്പ് പോലും സോനം കൊലപാതകം നടത്താനുള്ള അവസരമാക്കി മാറ്റി. ഇൻഡോറിൽ നിന്നുള്ള ഫോൺ വഴിയാണ് കൊലപാതകത്തിന്റെ സൂത്രധാരൻ രാജ് കുശ്വാഹ് ഏകോപിപ്പിച്ചത്. രാജാ രഘുവംശിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ കണ്ടെത്തിയിരുന്നു. തലയ്ക്കുണ്ടായ ആഴമേറിയ മുറിവുകളാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് തലയ്ക്കടിച്ചു. മരണം ഉറപ്പാക്കിയ ശേഷം മലയിടുക്കിലേക്ക് തള്ളിയിട്ടു. സോനത്തെയും ക്വട്ടേഷൻ സംഘത്തെയും പിടികൂടാൻ വല വിരിച്ച് കാത്തിരുന്നതിന്റെ 2-ാം നാളാണ് ഗാസിയാബാദിലെ ധാബയിൽ സോനത്തെ കണ്ടെത്തുന്നത്. പിറ്റേന്ന് പുലർച്ചെ അക്രമി സംഘത്തെയും പിടികൂടി. ഇതോടെ മധുവിധു യാത്രയിലെ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.